ചെറിയ പ്രായത്തിൽ വന്നിട്ട് ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോഴാണ് അവൻ വന്നത് പറയണത്. ആൻറ്റി എനിക്ക് ഗൗരിയിലെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിഞ്ഞല്ലേ വളർന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാ ടാറ്റു ചെയ്യാൻ അമ്മയുടെ ഫേസ് എന്തിനാ ടാറ്റു ചെയ്തത്? ഞാൻ പറഞ്ഞു ആ വ്യക്തി റീപ്ലേസബിൾ അല്ലല്ലോ. എല്ലാം അതിലില്ലേ ഉത്തരത്തിൽ ഇപ്പൊ ഈ ചോദിച്ചതിലില്ലേ ഉത്തരം? പ്രേക്ഷകർക്കൊക്കെ കേൾക്കാനും അറിയാനും ആഗ്രഹം ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ടും ഒരുപാട് വർഷം നമ്മളിങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന പേരൻസിന് ഉറപ്പായിട്ടും നമ്മളുടെ മക്കളുടെ ഓരോ വളർച്ചയും വിദ്യാഭ്യാസം, അവരുടെ നേട്ടങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കൗതുകത്തോടെയും സന്തോഷത്തോടെ ആയിരിക്കും ഉറപ്പായിട്ടും കാണുക. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് പെൺകുട്ടികളാകുമ്പോൾ മറ്റൊരാളിലേക്ക്, വിശ്വസ്തനായ ഒരാളിലേക്ക് കൈപിടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന അത്. കാരണം നമ്മൾ അതുവരെ നമ്മളുടെ മാത്രമായി വളർത്തിയ കുഞ്ഞുങ്ങളെ അത്രയും സേഫായിട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക, സ്വപ്നം കാണുക. അപ്പം അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാ അമ്മമാരെയും പോലെ തന്നെ ഞാൻ ഒബ്വിയസ്ലി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം, പിന്നെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹമാണ് എല്ലാം ഭംഗിയായിട്ട് ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചത്. നാളെ അവരുടെ ജീവിതത്തിൽ എല്ലാവരുടെയും അനുഗ്രഹവും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും ഒരു കൗതുകമായിട്ടുള്ള കാര്യം, ചേച്ചിയുടെ ഫോട്ടോ കയ്യിൽ ടാറ്റായിട്ട് അത് കണ്ടപ്പോൾ എന്ത് തോന്നി? അതെല്ലാവരും യൂട്യൂബിലൊക്കെ ഓൾറെഡി കണ്ടതാണ്. എല്ലാവർക്കും കിട്ടാത്ത ഒരു സമ്മാനമാണല്ലോ അത്. ഇപ്പൊ കാമുകിനൊക്കെ കുത്താറുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് മഞ്ജു ചേച്ചിയുടെ കാര്യത്തിലാണ്. മോള് കാഴ്ച ഞാനിന്ന് ഭയങ്കര സന്തോഷത്തോടെ അതിനെ കണ്ടത്. പക്ഷെ അത് എൻ്റെ മോള് ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ അല്ല. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ കാണുമ്പോൾ അറിയാം ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പൊ നാളെ കല്യാണം കഴിയുമ്പോൾ ഒരുപാട് മിസ് ചെയ്യില്ലേ? അല്ല, മിസ് ചെയ്യും. മക്കളെപ്പോഴും നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് ആണായാലും പെണ്ണായാലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന മൊമെന്റ്സ് എല്ലാം നമുക്ക് മിസ് ചെയ്യും. പിന്നെ പെൺകുട്ടികൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ മറ്റൊരു വീട്ടിലേക്ക്. പിന്നെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ വീട് പോലെ തന്നെ ആ വീട്ടിലെ അമ്മയും സഹോദരനും ഒക്കെ കാണണം, സന്തോഷമായിട്ട് മരണം വരെ പിരിയാതെ സന്തോഷത്തോടെ ജീവിക്കണം. അത് ഒരു വലിയ പ്രാർത്ഥനയാണ്. ഭയങ്കര സന്തോഷമാണെങ്കിലും എന്തോ ഒരു ഹൈഡ് ചെയ്യണ പോലെ തോന്നിയില്ല. പിന്നെ ഈ സിംഗിൾ മദറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടയർഡ്നെസ് പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. എൻ്റെ ഫിസിക്കൽ ടയർഡ്നെസ് ആയിരിക്കും ചിലപ്പോൾ. അതിൽ നമ്മൾ ഈ ഓട്ടം ചെയ്ത് നടത്തുന്നതിൻ്റെയാണ്. അല്ലാതെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ് അല്ലേ? പ്രത്യേകിച്ച് ഒരു സങ്കടമില്ല, ഒരു ഹൈഡിങ്ങും ഇല്ല. എന്ത് ഹൈഡിങ് അല്ല, അവൾക്കൊപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. എനിക്ക് എൻ്റെ കൂടെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും ഇവിടെ, എൻ്റെ അമ്മ പ്രസവിക്കാത്ത സഹോദരന്മാര്, സഹോദരിമാര്, എന്നെ പ്രസവിക്കാത്ത എൻ്റെ അമ്മമാര്, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരും ഹാൻഡിൽ ചെയ്യണം. ആർക്കും വിഷമം വരരുത്. വരുന്ന എല്ലാവരും എൻ്റെ മോളുടെ വിവാഹത്തിന് പങ്കുചേരാനാണ് വരുന്നത്. അപ്പം വരുന്ന എല്ലാവരും അത്രയും സന്തോഷത്തോടെ തന്നെ പോകണം. അപ്പം എൻ്റെ മോളുടെ കൂടെ ഞാൻ എന്നും ഇല്ലേ, അത് ഫോട്ടോയ്ക്ക് വീഡിയോ ഒക്കെ നിൽക്കുന്നതിലല്ലല്ലോ കാര്യം. ചോദിച്ചു ടാറ്റു ചെയ്യാൻ അമ്മയുടെ ഫേസ് എന്തിനാ ടാറ്റു ചെയ്തത്? ഞാൻ പറഞ്ഞു ആ വ്യക്തി റീപ്ലേസബിൾ അല്ലല്ലോ. പിന്നെ ഈ മൊമെന്റിൽ ഞാൻ എല്ലാവരെയും അങ്ങനെ ഒരു കംഫർട്ട് സോണിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്ത് എനിക്ക് വിഷമമായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് പരാതി വരുമെന്ന് ഭയമുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ ആരൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയില്ല. മനഃപൂർവ്വം ഞാൻ ആരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് ഓടുന്നതിൻ്റെ എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടാവും, അതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഈ ഓട്ടപ്രദർശനത്തിന്റെ ഒരു ടയർഡ്നെസ് ആണ് കേട്ടോ. അല്ലാതെ ഒരു പ്രശ്നമില്ല. ഹാപ്പി. അതെ, ഉറപ്പായിട്ട്. എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാ ഇമോഷൻസും ദൈവം ഒരുപോലെ തന്നു വിടുന്നത്. ചിലവർക്ക് മാത്രം ശാരീരികമായ അംഗവൈകല്യങ്ങളോ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളോ ചിലർക്കൊക്കെ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 90 പേരും ഒരുപോലെ എല്ലാ ഇമോഷൻസോടെ. പക്ഷെ ഒരു ചില പേര് സാഹചര്യങ്ങൾ കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. ചിലർ വീക്കാവും, ചിലർ കുറച്ചുകൂടി ശക്തമായിട്ട് നേരിടും. അപ്പം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ കുറച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും ബോൾഡാക്കി എന്നുള്ളതേ. ബോൾഡ്നെസ് എന്ന് വെച്ചാൽ ആക്ച്വലി എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഭയങ്കര
ഭയങ്കര ഗുമ്മാണ് എന്നുള്ളതല്ല ബോൾഡ്നസ്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായ ബോൾഡ്നസ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്നതിനെയാണ് ബോൾഡ്നസ് എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ലൈഫിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നാളെ കല്യാണം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഈ കല്യാണം കാണുന്ന സന്തോഷത്തിലായിരിക്കും. ആ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്നാണ് അയ്യോ ഒരുപാട് നന്ദി. കാരണം ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ കുഞ്ഞുനാൾ മുതൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച ഒരാളാണ്. ഭഗവാൻ എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ടും അച്ഛൻ്റെ അനുഗ്രഹവും എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തി. ഇന്ന് വരെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നിന്നെന്ന് വെച്ചാൽ അത് പ്രേക്ഷകരാണ് എന്നെ നിർത്തിയത്. ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് അഭിനയിക്കുമ്പോൾ ഞാൻ കൊള്ളില്ലെങ്കിൽ ഒരു പ്രേക്ഷകനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ നിൽക്കില്ലല്ലോ. അപ്പോൾ എന്നെ വളർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റിയത് ഈ ആഹാരം കൊണ്ടാണ്. അപ്പം ഞാനതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അതിനാണ്. എൻ്റെ പ്രേക്ഷകരാണ് സത്യത്തിൽ എൻ്റെ പ്രേക്ഷകരാണ് എന്നെ എൻ്റെ കുടുംബത്തെ ജീവിപ്പിച്ചത്. അത് എന്നും അങ്ങനെ ഉണ്ടാവണം, തുടർന്നും ഉണ്ടാവണം. എല്ലാ വീഴ്ചകളും എനിക്ക് വീഴ്ചകൾ ഉണ്ടായിട്ട് ഉള്ള സമയങ്ങളിലൊക്കെ എൻ്റെ പ്രേക്ഷകർ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. സോ ഒരു കാര്യം കൂടെ, പ്രണയവിവാഹമാണെന്ന് അറിയാൻ നമുക്ക് ഇങ്ങനെ ഒരു പ്രണയം വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അയ്യോ അത് ഭയങ്കര കോമഡിയാണ്. അവൻ ചെറിയ പ്രായത്തിൽ വന്നിട്ട് ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോഴാണ് അവൻ വന്നത് പറയണം. ആൻറ്റി എനിക്ക് ഗൗരിയിലെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം ഇല്ലല്ലോ ഞാൻ വളർന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാ പേരൻസും ചെയ്ത പോലെ തോളെ തട്ടി വിട്ടു. പക്ഷെ വളരുമ്പോഴും അവൻ ആ ജമ്മായിട്ട്, അതായത് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ മോനും മോൻ്റെ ഫാമിലിയും വന്ന് വളരെ നല്ല രീതിയിൽ മോളെ വിവാഹാലോചിച്ച് അവളെ ഒരു ഭാര്യയേക്കാൾ കൊടുത്തു. നമ്മൾ കഥകളിലും കവിതകളിലൊക്കെ പറയാറുണ്ട് സ്ത്രീകളുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മളെ ഭാര്യയെ പോലെ കാണാതെ മകളെ പോലെ കാണുന്നതാണ്. ഒരു പക്ഷേ മകളെ പോലെ കാണുന്ന ഒരു മകനെ മരുമകനെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. മകനെ എനിക്ക് കിട്ടിയത് അങ്ങനൊരു മകനെ തന്ന അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്ക് ഒത്തിരി നന്ദി. എന്നും ഒരു സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ ഇത്രയും വർഷം കാരണം 5 മാസം 6 മാസം കൊണ്ട് തിരിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഇത്രയും വർഷം ഇങ്ങനെ ഇവർക്ക് സസ്റ്റെയിൻ ചെയ്ത് ഇന്ന് വിവാഹം കഴിക്കാൻ പറ്റി. ഇനി ലൈഫ് ലോങ് പിരിയാതെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി നല്ല അച്ഛനമ്മമാരായി ജീവിക്കണം. അതൊരു പ്രാർത്ഥനയാണ്. നാളെ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ഇങ്ങനെ പ്രണയിക്കുന്ന ഒരുപാട് നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. ക്രിസ്ത്യൻ, ഹിന്ദു അങ്ങനെയൊക്കെ. മാതാപിതാക്കൾക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ കല്യാണം കഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെയുള്ള പാരൻസ് കൺഫ്യൂസ് ആയി ഇങ്ങനെ പാരൻസിനോട് എന്താണ് ചേച്ചിക്ക് പറയുന്നത്? ആക്ച്വലി ജാതിയും മതത്തിനും അപ്പുറത്തേക്ക് ഫസ്റ്റ് ഹ്യൂമൻ ബീങ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതായത് ഇപ്പം എൻ്റെ സ്വജാതിയിലുള്ള ഒരാളിനെ വിവാഹം കഴിച്ച് ഞാൻ ആലോചിച്ച് വിവാഹം കഴിച്ച് കൊടുത്തു. നാളെ അത് പിരിഞ്ഞു പോയാൽ അതല്ല. ഇപ്പം ജാതി ഏതായാലും മതം ഏതായാലും വരുന്ന വ്യക്തി ബെസ്റ്റ് ഹ്യൂമൻ ആണോ? എൻ്റെ മകളെ കൈവിടാതെ ചതിക്കാതെ കൊണ്ടുപോകുമോ? അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ വന്നാൽ ക്ഷമിക്കുന്ന ചേർത്ത് നിർത്തുന്ന ഒരാളാണോ? അങ്ങനെ നോക്കുക. അപ്പം മോളായാലും മോനായാലും എല്ലാവരും അങ്ങനെ നോക്കി പരിശോധിച്ച് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞു. ജാതി മതത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു നല്ല ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കില്ലേ? നല്ലൊരു മെസ്സേജാണ് ഈ ഒരു വെഡിങ്ങും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരുപാട് താങ്ക് യു സോ മച്ച്. നിങ്ങൾ കഴിച്ചിട്ട് പോകും. കഴിച്ചു ചേച്ചി പുറത്തേക്ക് നമ്മൾ കഴിച്ചാൽ സന്തോഷം.